നമസ്കാരം, എൻ്റെ പേര് സാജു ഖാൻ. ഞാൻ പത്തനാപുരം ഗ്രാമപഞ്ചായത്തിലെ കുണ്ടയം വാർഡിലെ മെമ്പറാണ്. ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനും ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്. ഞാനൊരു അഭിഭാഷകനാണ്. ഞാൻ എല്ലാ പ്രാവശ്യവും എല്ലാ ഒക്കേഷനുകളിലും എന്തെങ്കിലും പ്രോഗ്രാമുകൾ ചെയ്യാറുണ്ട്. ആ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഈ ഓണക്കോടി വിതരണമാണ് ഈ ഓണത്തിന് അമ്മമാർക്കും സഹോദരിമാർക്കുമായി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓണക്കോടി എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല, ഈ ഓഫീസ് റൂമിൻ്റെ അകത്ത് ഏകദേശം 1500 ഓണക്കോടി വന്നിട്ടുണ്ട്. ഈ ഓണക്കോടി കൊടുക്കുന്നത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ അമ്മമാർ, സഹോദരിമാർ ഓണത്തിന് സർക്കാർ കിറ്റുകൾ കൊടുക്കുമ്പോൾ അവർക്ക് അതിനോടൊപ്പം ഒരു പുതിയ ഉടുപ്പ് അല്ലെങ്കിൽ ഒരു പുതിയ വസ്ത്രം, പുതിയൊരു ഓണക്കോടി ഉടുത്തുകൊണ്ട് ഓണം സന്തോഷത്തോടുകൂടി ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഒരു സഹായമാണ് ചെയ്യുന്നത്. ഞാനും എൻ്റെ കുറച്ച് സുഹൃത്തുക്കളും ഒക്കെ ഇതിൻ്റെ ഭാഗമാകുന്നുണ്ട്. അപ്പോൾ ഇതിനെ സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്. അവരോടെല്ലാം പ്രത്യേകം സ്മരണയും നന്ദിയും ഞാൻ അറിയിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഒരു നാട്ടിലെ മെമ്പർ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. മെമ്പർ മാത്രമല്ല, അഡ്വക്കേറ്റാണ്, ഒപ്പം സാമൂഹിക പ്രവർത്തകരാണ്. അപ്പോൾ ഇവർ കഴിഞ്ഞ പ്രാവശ്യവും സ്കൂൾ കുട്ടികൾക്കൊക്കെ ഇതുപോലെ കിറ്റ് വിതരണമൊക്കെ നടത്തിയിരുന്നത്. അപ്പോൾ ഇതുപോലുള്ള നല്ല നന്മയുള്ള പ്രവൃത്തികളാണ് ഈ മെമ്പർ ചെയ്യുന്നത്. മെമ്പർ പേര് സാജു ഖാൻ. അപ്പോൾ എല്ലാവർക്കും അറിയാം, പത്തനാപുരത്തുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്, അഡ്വക്കേറ്റാണ്. അപ്പോൾ ഇതുപോലുള്ള തുടർന്നും അമ്മമാർക്ക് നല്ല ഓണക്കോടികളാണ് കൊടുക്കുന്നത്. അപ്പോൾ തുടർന്നും ഇതുപോലുള്ള നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കട്ടെ. നമസ്കാരം മെമ്പറേ. നമസ്കാരം. ഇപ്പൊ തുണിക്കച്ചവടമൊക്കെ തുടങ്ങിയോ? തുണിക്കച്ചവടം അല്ലേ, നമ്മൾ ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ടേ നമ്മുടെ കുറച്ച് ആളുകൾക്ക് ഓണക്കോടി കൊടുക്കാന്ന് വിചാരിച്ച് ആഹ്വാനിച്ച് വെച്ചേക്കുക. എത്ര എണ്ണം ഉണ്ട്? ഇതൊരു 1500 സഹോദരിമാർക്കും ഓണത്തിന് ഒരു ഓണക്കോടി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഓണത്തിന്റെ ഒരു പ്രത്യേകത. കഴിഞ്ഞ വർഷങ്ങളിൽ പല പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം ഈ പഞ്ചായത്ത് മെമ്പർ എന്ന് പറയുന്ന ഒരു സ്ഥാനം കൂടി ലാസ്റ്റത്തെ ഒരു ഓണമാണ് പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിലുള്ള. അപ്പോൾ ഞങ്ങൾ വ്യത്യസ്തമായിട്ട് വേറൊരു പ്രോഗ്രാം ആസൂത്രണം ചെയ്തേ. നമ്മുടെ വാർഡിലൊരു അമ്മയുണ്ടായിരുന്നു. വീട്ടിലൊന്നും ഇരിക്കത്തില്ല, ഇങ്ങനെ എല്ലായിടവും പോകുന്ന, പ്രായമായാലും എല്ലായിടവും പോകുന്ന ഒരു പ്രകൃതമുള്ള അമ്മയാണ്. അപ്പോൾ അവർ ഞാൻ ഇരുന്നിട്ട് ഓണ സദ്യ നടത്താമെന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പോൾ അവർ മരണപ്പെട്ടുപോയി, കഴിഞ്ഞ മാസം അവർ മരണപ്പെട്ടുപോയി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വേറൊരു പ്രോഗ്രാമാക്കി മാറ്റിയത്. ആ പൈസ സമാഹരിച്ച് വെച്ചിട്ട് എല്ലാവർക്കും ഒരു ഓണക്കോടി. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള നമ്മളെ സമീപിക്കുന്ന എല്ലാവർക്കും നമ്മളവരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ട് ഒരു ദിവസം തീരുമാനിച്ചന്ന് എല്ലാവർക്കും ഒരു ഓണക്കോടി, ഓണത്തിന് മുമ്പായ ഒരു ദിവസത്തെ ഓണക്കോടി കൊടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ സർക്കാർ കിറ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഓണക്കോടി മാത്രമേ ഉള്ളൂ കിട്ടാൻ വെച്ച് പ്രയാസമായിട്ടുള്ളത്. അപ്പം അത് സന്തോഷത്തോടു കൂടി ആഹാരം മാത്രം കഴിച്ചാൽ പോരല്ലോ, ഒരുങ്ങി സന്തോഷത്തോടു കൂടി ഓണം ആഘോഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ പ്രോഗ്രാം കൊണ്ട് നമ്മൾ ലക്ഷ്യമാക്കുന്നത്. ഏത് ഏജിലുള്ളവർക്കാ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ആരും സമീപിച്ചാലും കൊടുക്കും. പ്രത്യേകിച്ച് ഒരു ആവശ്യക്കാരെന്നുള്ളതല്ല, നമ്മുടെ സമീപിക്കുന്ന 1500 പേർ കൊടുക്കുക എന്നുള്ളതാണ്. മെമ്പറിന്റെ വാർഡിലുള്ളവർക്ക് മാത്രമാണ് കൊടുക്കുന്നത്? അല്ല, വാർഡിൽ 1500 പേരൊന്നും വരത്തില്ല. വാർഡിൽ ഒരു 300 പേർക്ക് അകത്തൊക്കെ വരത്തുള്ളൂ. വാർഡിൽ അത്രയും പേരൊക്കെ വരത്തുള്ളൂ. പിന്നെ നമ്മുടെ ഈ പ്രദേശത്തുള്ള എല്ലാവരും വരും. ഇവിടെ അങ്ങനെ വാർഡിൽ നിന്നൊന്നും നമുക്ക് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആളുകൾ നമ്മളെ വിളിക്കും. ഈ പഞ്ചായത്ത്, പത്തനാപുരം പഞ്ചായത്ത് എന്നല്ല, ഈ സമീപ പ്രദേശത്തുള്ള എല്ലാവരും വരും. അപ്പോൾ ആദ്യം നമ്മളെ സമീപിക്കുന്നവർക്കെല്ലാം നമ്മൾ അത് വിതരണം ചെയ്യും. നമ്മൾ പഠനോപകരണം കൊടുത്തപ്പോഴും നമ്മളെ സമീപിച്ച ആദ്യത്തെ 1300 പേർക്കാണ് കൊടുത്തത്. നേരിട്ട് വരുന്നവർക്കാണ് കൊടുക്കുന്നത്? അല്ല, നമ്മൾ അതിന്റെ കൂടെ ഒരു നമ്പർ കൊടുക്കുക. ആ നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി. ഫോൺ വിളിക്കണമെന്നില്ല. അവർ വാട്സപ്പിൽ ഒരു പേരും അഡ്രസ്സും ഫോൺ നമ്പറൂടെ അയച്ചു തന്നാൽ മതി. ഈ പ്രദേശത്തുള്ളവർ തിരിച്ചു വിളിക്കും. തിരിച്ചു വിളിച്ചിട്ട് അവർക്കൊരു നമ്പർ കൊടുക്കും. അവർ ആ നമ്പറുമായി വന്നാൽ മതി. അഡ്രസ്സും കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ അന്ന് അവരെ നമ്മൾ അവിടെ വെച്ച് അങ്ങ് വിതരണം ചെയ്യും. അയച്ചു കൊടുക്കുന്നില്ല. അയച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം അയച്ചു കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളത് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൊടുക്കണമല്ലോ. അപ്പോൾ അയച്ചു കൊടുക്കുന്ന സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ പറ്റത്തില്ല. നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള, ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിലുള്ള അമ്മമാർ, സഹോദരിമാരൊക്കെ കൊടുക്കുന്നത് വ്യത്യസ്ത തരത്തിലുള്ള സാരികളാണ്. ഒന്നെന്ന് പറഞ്ഞാൽ ഈ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാരികളാണ്. അപ്പോൾ അത് നമ്മളൊരു പകുതിയേറെ എടുത്തിട്ടുണ്ട്. ടർക്കി സിൽക്ക് എന്ന് പറയുന്നൊരു മോഡലാണ്. നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ്. അപ്പോൾ അത് ആ ടൈപ്പ് ഉണ്ട്. പിന്നെ കോട്ടൺ സാരികളും ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്ന സാരികളാണ്. അവരുടെ പകുതി കോട്ടൺ സാരികളുടെ ഒരു 2-3 വെറൈറ്റി സാധനം എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ലിനൻ പോലത്തെ ഫാബ്രിക് വരുന്ന ഐറ്റമാണ്. ബോർഡറൊക്കെ ഉള്ള നല്ല സാരികളാണ്. അവർക്ക് ഇഷ്ടമുള്ളത് നോക്കി എടുക്കാം. ഇഷ്ടം അങ്ങനല്ല, നമ്മൾ പാക്ക് ചെയ്യും. നമ്മൾ പാക്ക് ചെയ്ത് കവറിലാക്കി വെച്ചേക്കും. എന്നിട്ട് അവര് ഓരോരുത്തർക്കായിട്ട് നമ്മളത് വിതരണം ചെയ്യും. അപ്പൊ അതിനകത്ത് പിന്നെ ഈ നമ്മൾ വിളിക്കുമ്പോൾ ചോദിക്കും, നിങ്ങൾ ഉപയോഗിക്കുന്ന സാരി ഏതാണെന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെ കൊടുക്കാൻ കഴിയുന്നത് പരമാവധി കോട്ടൺ സാരികൾ ആവശ്യപ്പെടുന്നവർക്ക് അത് കൊടുക്കും. ടർക്കി സിൽക്ക് ആവശ്യപ്പെടുന്നവർക്ക് അത് കൊടുക്കും. പിന്നെ അവസാനം എന്തെങ്കിലും കൊടുക്കാൻ തയ്യാതെ വന്നാൽ ഉള്ളതുപോലെ കൊടുത്ത് നമ്മൾ പിന്നെ എല്ലാവർക്കും എത്തിക്കുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ മാത്രം ആളുകൾ നമ്മളടുത്തൊരു പിന്നെ സഹകരണം കാണിക്കണമെന്നേ ഉള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാത്തിനും നല്ല വിലയുള്ള മെച്ചമുള്ള സാരികളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഉപയോഗിക്കുന്നവർക്ക് അത് വളരെ കാണുമ്പോൾ മനസ്സിലാവും.
അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ കൊടുത്തപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരും പ്രതികരണമൊക്കെ? കഴിഞ്ഞ വർഷം ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ടല്ല കൊടുത്തത്. ഇപ്പോൾ സ്കൂൾ തുറന്നപ്പോൾ പഠനോപകരണങ്ങൾ കൊടുത്തത്. അത് ആളുകൾക്ക് ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു, ഭയങ്കര ഗുണകരമായിരുന്നു. നോട്ട്ബുക്കുകളും ബാഗുകളും ആയിരുന്നു കൊടുത്തത്. അതിന് മുമ്പ് ഞങ്ങൾ തയ്യൽ മെഷീൻ വിതരണം ചെയ്തായിരുന്നു. തയ്യൽ മെഷീനൊക്കെ വിതരണം ചെയ്യുമ്പം ഇപ്പം ഞങ്ങൾ വീണ്ടും തയ്യൽ മെഷീൻ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ 186 തയ്യൽ മെഷീൻ ഞങ്ങളുടെ ഇടയിലായി. അപ്പോൾ ഞങ്ങൾക്ക് അപേക്ഷ തന്നവർ തന്നെ 250 പുറത്തുണ്ട്. എല്ലാവർക്കും ഒരുമിച്ച് വിതരണം ചെയ്യുന്നുള്ളതുകൊണ്ട് അത് ഹോൾഡ് ചെയ്ത് നിൽക്കുക. ഇതിന് മുമ്പ് ഞങ്ങൾ 100 തയ്യൽ മെഷീനാണ് വിതരണം ചെയ്തത്. അതും ഇതുപോലെ പല ആളുകളുടെ നിന്നും ഞങ്ങളിങ്ങനെ അപേക്ഷ വാങ്ങിച്ചതിന് ശേഷം അത് അർഹരായിട്ടുള്ള ആളുകൾ കൊടുത്തു. അത് ഞങ്ങൾ വാർഡിലുള്ള കുറച്ച് ആളുകൾ കൊടുത്തിട്ടുള്ളൂ. കൂടുതലും പുറത്തു നിന്ന ആളുകൾക്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അർഹരായിട്ടുള്ളവരെ കയ്യിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രധാന ലക്ഷ്യം. അതുപോലെ ഇപ്പം എല്ലാ പ്രോഗ്രാമുകളും ഇതുപോലെ നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാമുകൾ സോഷ്യൽ മീഡിയയിലുള്ള നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വാർത്തയാക്കാറുണ്ട്. അവരുടെ ഒരു വാർത്ത കൊണ്ടാണ് പലരും ഇത് തിരിച്ചറിയുന്നതും ഈ പ്രോഗ്രാമിലേക്ക് അവർ ആവശ്യമായി വരുന്നത് പോലും. അതുകൊണ്ട് എല്ലാവർക്കും അത് പ്രത്യേക ഓണാശംസകളും നന്ദി അറിയിക്കുന്നു.